ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിഷ്ണു ഇനി മോർച്ചറിയിൽ കയറുന്ന ആ കിടില രംഗമാണ് കേട്ടോ. തന്റെ ഭാര്യയാണെന്ന് കരുതി, ശാലിനിയാണെന്ന് കരുതി നെഞ്ചിടിപ്പോട് കൂടി ഒരടി മുന്നോട്ട് കാല് വെക്കാൻ കഴിയാതെ പേടിച്ചു വിറച്ചും കൊണ്ട് വിഷ്ണു ഇങ്ങനെ മുന്നോട്ട് നീങ്ങാൻ കേട്ടോ. എന്നാൽ ഈ സമയം ശാരദാമ്മയാണ് കാണിക്കുന്നത്. തന്റെ മകളെ കാണാനില്ല. ഒരുപാട് നേരം കാത്തിരുന്നിട്ടോ വിഷ്ണുവിനെയും കാണുന്നില്ല, ശാലിനിയും കാണുന്നില്ല. രണ്ടുപേരും ഒരുമിച്ച് എന്ത് പറ്റി? മീറ്റിങ്ങിനായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് എന്റെ മോള് പോവായിരുന്നു. ഇത് എങ്ങോട്ടാ പോയത്? എന്താ ഈ പെണ്ണ് ഫോൺ അടിച്ച് എടുക്കാത്ത എന്നൊക്കെയുള്ള പറച്ചിൽ തന്നോട് തന്നെ ചോദിച്ചും കൊണ്ടിരിക്കുമ്പോഴാണ് എന്തായാലും അകത്തോട്ട് പോട്ടെ, മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തോട്ട് പോകുമ്പോൾ തന്റെ വീട്ടുമുറ്റത്ത് ഒരു കാർ വന്ന് നിൽക്കുന്നു കേട്ടോ. ഇത് കാണുന്ന ശാരദാമ്മ തന്റെ മകളായിരിക്കും എന്ന് കരുതി ഓടി വന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ വിഷ്ണു ആയിരിക്കും എന്ന് കരുതി ഓടി വന്ന് നോക്കുമ്പോൾ അതിൽ നിന്നും ഇറങ്ങുന്ന രോഹിത് ആയിരിക്കട്ടെ. രോഹിത്തിന്റെ മുഖത്ത് നല്ല ദേഷ്യമുണ്ട്. കടന്നൽ കുത്തിയതുപോലെ നല്ല ഗൗരവത്തോടു കൂടി കനം പിടിച്ചും കൊണ്ട് സംസാരിക്കുന്നു. ഒരു തരം ദേഷ്യത്തോടു കൂടി ഈ ശാരദാമ്മയെ നോക്കുന്നു കേട്ടോ. അപ്പൊ ശാരദാമ്മ, ആഹാ, രോഹിത് മോനായിരുന്നോ? അത് കേൾക്കുന്ന രോഹിത് വലിയൊരു വിലയൊന്നും കൊടുക്കുന്നില്ല, ആണെന്നും അല്ലെന്നും പറയുന്നില്ല. പിന്നീട് ഈ ശാരദാമ്മ അകത്തോട്ട് കയറി വരാൻ പറയുന്നു. അങ്ങനെ രോഹിത് കയറി വരാൻ മടിക്കുന്നു. എന്താ മോനെ നീ അവിടെ മടിച്ചു നിൽക്കുന്നു, ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുമ്പോൾ സത്യയും പപ്പയും നോക്കുന്നു കേട്ടോ. അപ്പൊ ശാരദാമ്മ പറയാനെ, പപ്പിമോളെ നിന്റെ അച്ഛൻ ഇതാ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ രോഹിത്തിന് അടിമുടി കയറി വരുന്നുണ്ട് കേട്ടോ. നിന്റെ അച്ഛൻ തള്ള അറിഞ്ഞുകൊണ്ട് എന്നോടിട്ട് കാണിക്കുന്നത് കണ്ടില്ലേ എന്ന ആ ഒരു മനോഭാവമാണ് രോഹിത്തിന്റെ മനസ്സിലേട്ടോ. പിന്നീട് രോഹിത്തിനോട് എന്താ അവിടെ നിൽക്കുന്ന, എവിടെ നിൽക്കെന്ന് പറയട്ടോ. പിന്നീട് ശാരദാമ്മ മോനിവിടെ ഇരിക്കെ, എന്താണെങ്കിലും ഞാൻ എന്തെങ്കിലും എടുക്കട്ടെ. അത് കേൾക്കുന്ന രോഹിത് പറയണേ, ശാരദാമ്മേ ശാലിനി ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കാണ്. അത് കേട്ടോടുന്നെ, ഇല്ലല്ലോ മോനെ, വിഷ്ണു ആണെങ്കിൽ കുഞ്ഞിനെ ഇവിടെ കൊടുന്നാക്കി പോയി. എന്നാൽ ഈ പറയുന്ന ശാലിനി ഈ നേരം വരെ വന്നിട്ടില്ല. അവളിങ്ങനെ വൈകാറില്ല. എന്താ അവൾക്ക് സംഭവിച്ചെന്ന് അറിയത്തൂല. പിന്നെ മീറ്റിങ്ങും കാര്യങ്ങളും മന്ത്രിമാരുമായിട്ടുള്ള ആ ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ വൈകാറ്. പക്ഷെ അതെന്നെ വിളിച്ചറിയിക്കാറുണ്ട്. ഇന്ന് എന്ത് പറ്റിയാണാവോ എന്നിങ്ങനെ ശാരദാമ്മ പറയുമ്പോൾ ആ വാക്കുകൾക്ക് പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ല കേട്ടോ. ഇതേസമയം രോഹിത് കടിച്ചമർത്തിയിരിക്കുകയാണ്. തന്റെ പക മുഴുവൻ പിടിച്ചിരിക്കുകയാണ്. കാരണം പുറത്തോട്ട് പറയത്തില്ല. കാരണം ഇവരുടെ നാക്കുകൊണ്ട് തന്നെ എല്ലാ സത്യങ്ങളും പുറത്തറിയണമെന്നുള്ള ആ മനോഭാവമാണ് കേട്ടോ രോഹിത്തിന്. അങ്ങനെ രോഹിത് വാ പോവാം എന്ന് പറയുമ്പോഴാണ് തന്റെ ഫോണിലോട്ട്, അതായത് ശാരദാമ്മയുടെ ഫോൺ റിങ്. അങ്ങനെ ശാരദാമ്മ ആ ഫോൺ എടുക്കുക. ഹലോ. അപ്പോൾ തന്നെ ശാരദാമ്മ പറയുന്നുണ്ട് കേട്ടോ, ശ്യാമയാണല്ലോ വിളിക്കുന്നതെന്ന് പറയുന്ന രോഹിത്തിന് അടിമുടി കയറുന്നു. ശ്യാമ എന്ന വാക്ക് കേൾക്കുന്ന തന്നെ ഒരു തരം ദേഷ്യം. അങ്ങനെ അവിടെ ഒരു മരവിപ്പോട് കൂടി രോഹിത്ത് നോക്കുമ്പോൾ, എന്താ മോളെ നീ വിളിച്ചത്? അപ്പോൾ ഉടൻ തന്നെ കുഞ്ഞേച്ചി എത്തിയോ? ഇല്ല, കുഞ്ഞേച്ചി എത്തിയില്ല. രോഹിത്ത് അവിടെ എത്തിയിട്ടുണ്ട്. ആ എത്തിയിട്ടുണ്ട്, എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, അമ്മേ പപ്പി മോളെ ഇന്ന് രോഹിത്തിന്റെ കൂടെ പറഞ്ഞയക്കത്. എന്താ കാരണം? കുഞ്ഞേച്ചി വന്നിട്ടുണ്ടോ? വിഷ്ണുവേട്ടൻ വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല, രണ്ടുപേരും വന്നിട്ടില്ല. എന്നാൽ ഈ ശ്യാമ പറയുന്ന സംസാരം സത്യഭാമ ഒളിഞ്ഞു നിന്ന് കേൾക്കണം കേട്ടോ. പിന്നീട് സത്യഭാമക്ക് ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല. ഓരോ വാക്കുകളും ഇങ്ങനെ മറഞ്ഞു നിന്ന് ശ്യാമയുടെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങ് ശാരദാമ്മ ചോദിക്കുക, എന്തുകൊണ്ട് പറഞ്ഞേക്കണ്ട, നീ പറയുന്നത് രോഹിത്ത് മുന്നിലുണ്ട്, അതുകൊണ്ട് തന്നെ ഒരുതരം കോഡ് ഭാഷയിലാണ് സംസാരിക്കുന്നത്. അത് കേൾക്കുന്ന ശ്യാമ പറയണേ, എന്തോ അമ്മേ എന്റെ മനസ്സിൽ വല്ലാത്തൊരു അപകട സൂചന തോന്നുന്നു. കുഞ്ഞേച്ചിയും കാണാനില്ല, വിഷ്ണുട്ടനും കാണാനില്ല. ഇവർക്ക് രണ്ടുപേർക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല. എന്തോ ഒരു അപകടം പോലെ എന്റെ മോള് ഇന്ന് അവിടെ നിന്നോട്ടെ. അതെങ്ങനെ ശരിയാവും? രോഹിത്തല്ലേ ഇവിടെ വന്നേക്കുന്നത്. അതൊക്കെ ശരിയാവും അമ്മേ. അമ്മ വിചാരിച്ചാൽ തീർച്ചയായും അത് ശരിയാവും. അമ്മക്ക് അതിന് കഴിയത്തുള്ളൂ. അത് കേട്ടോടെ തന്നെ എങ്ങനെ കഴിയുന്ന മോള് പറയുന്നത്. അമ്മ എന്തെങ്കിലുമൊക്കെ തട്ടുമുട്ട് വാക്കുകൾ പറഞ്ഞ് രോഹിത്തിനെ അവിടെ പിടിച്ചു നിർത്താൻ നോക്കുക എന്ന് പറയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച സത്യഭാമൻ തന്റെ തൊട്ടുപിറകെ. അത് കാണുന്നതിനോടുകൂടി മൊബൈൽ എന്നെ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യാൻ കേട്ടോ. എന്നാൽ ഈ സമയം ശാരദാമ്മ, ഈ പെണ്ണ് എന്താ ഇപ്പൊ പറയുന്നു, ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് രോഹിത്തിന്റെ മുന്നിൽ വീണ്ടും വിളിക്കുമ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരിക്കുക. സംസാരിക്കുന്ന ഇടയിലുണ്ട് കട്ടായി പോയി. എന്താണാവോ അവള് ഫോൺ എടുക്കാത്ത, അവൾ ഫോൺ കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രോഹിത് ഒന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ. തനിക്ക് ഇവരോട് സംസാരിക്കാൻ തന്നെ അറപ്പും വെറുപ്പും ഉള്ള ആ ദേഷ്യത്തോടു കൂടി നിൽക്കുന്നിട്ടോ. ഈ സമയം മോനെ പപ്പി ഇന്ന് ഇവിടെ നിന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഇപ്പുറത്ത് സത്യഭാമയാണെങ്കിലോ ശ്യാമയോട്, എടി എന്റെ പേരക്കുട്ടിക്ക് എവിടെ നിൽക്കണേ എവിടെ വെക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ലാതെ ശാരദാമ്മയും നീയല്ല. നീ പറയുന്നത് പോലെ എന്റെ പേരക്കുട്ടി എവിടെയെങ്കിലും കൊണ്ടേ നിർത്താൻ എനിക്ക് കഴിയത്തില്ല. ഇന്ന് തന്നെ എന്റെ പേരക്കുട്ടി ഇങ്ങോട്ടേക്ക് വന്നാൽ നീയാണോ ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് ചടുപിടുന്നതിനെയുള്ള സത്യഭാമയുടെ ആ വാക്കും. പിന്നീട് സത്യഭാമ ആ ഫോൺ എടുത്ത്, ഞാൻ രോഹിത്തിന് വിളിക്കട്ടെ, ഒരു കാരണവശാലും ആ വീട്ടിൽ ഞാൻ നിർത്തില്ല എന്ന് പറയണേട്ടോ.
എന്നാൽ ഈ സമയം രോഹിത്താണെങ്കിലോ ഇങ്ങനെ ശാരദാമ്മയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് പറയണമെന്ന് കരുതിയിട്ട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വരുമ്പോഴാണ് രോഹിത്തിന്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ രോഹിത്ത് എന്താ എന്നാ ചോദിക്കുള്ളൂ. സത്യഭാമ എന്നുള്ള വിളി നിർത്തിയിരിക്കുന്നു. അങ്ങനെ ഇവിടെ തന്നെ മോനെ രോഹിത ഞാനാണ്. നീ എവിടെയാണ്? ഞാനിപ്പോ ശാരദാമ്മ എന്ന് പറയാൻ പോലും അറപ്പായിക്കൊണ്ട് ഒരുതരം വെക്കലോട് കൂടി രോഹിത്ത് അത് പറയുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്താ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോ അതെ പപ്പിമോളെ ഇന്ന് അവിടെ നിർത്താൻ കഴിയത്തില്ല. നീ പപ്പിമോളെയും കൊണ്ട് ഇന്ന് ഇങ്ങോട്ടേക്ക് പോരണം, ഇപ്പൊ തന്നെ വരണം. അത് പിന്നെ പപ്പിമോൾ ഇവിടെ നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പപ്പി നിൽക്കണമെന്ന് ശാരദാമ്മ ആവശ്യപ്പെടുന്നു. ശാരദാമ്മയോട് ആ കുഞ്ഞിന്റെ അച്ഛമ്മ ഞാനല്ലേ തീരുമാനിക്കുന്നത്, എന്റെ കുഞ്ഞല്ലേ, എന്റെ പേരക്കുട്ടിയല്ലേ, അതുകൊണ്ട് ഞാനല്ലേ തീരുമാനിക്കുന്നത് എന്നും പറഞ്ഞ് ശാരദാമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു വരാനായിട്ട്. ഈ സമയം ശാരദാമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു. അങ്ങനെ ശാരദാമ്മ പറയണം സത്യാമ്മേ ഇന്ന് മോൾ ഇവിടെ നിന്നോട്ടെ എന്ന് ചോദിച്ചോട് തന്നെ നിൽക്കണ്ട എന്നല്ല പറഞ്ഞത്, എന്റെ പേരക്കുട്ടി എന്റെ വീട്ടിലാണ് നിൽക്കുന്നത്, അച്ഛ വീട്ടിൽ നിൽക്കാനല്ല ഞാൻ എന്റെ കുട്ടിയെ വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ല എനിക്ക് കൂടി അവകാശമില്ലേ, എന്റെ മകളുടെ കുഞ്ഞല്ലേ ആയിരിക്കാം, പക്ഷേ ഇവിടെ ഇപ്പൊ ഞാൻ പറയുന്നത് തീരുമാനിക്കുള്ളൂ. അങ്ങനെ ആ ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നു. എന്നാൽ ഈ സമയം രോഹിത്തെ ഇന്ന് മോൾ ഇവിടെ നിന്നോട്ടെ. അപ്പോഴേക്കും പപ്പി അച്ഛൻ ഞാനിന്ന് ഇവിടെ നിന്നോട്ടെ. അത് കേട്ടോടുന്ന നിന്നോടല്ലടി വരാൻ പറഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞ് രോഹിത്ത് പപ്പിയോട് ഒച്ചെടുക്കുമ്പോൾ ശാരദാമ്മയും സത്യയും ഞെട്ടിപ്പോകണേട്ടാ. ഇവിടെ നിന്ന് ശാരദാമ്മയും സത്യയും പറയാണ് പപ്പി നീ പോയിക്കോ എന്ന് പറഞ്ഞേക്കുന്നു. കുട്ടി മടിച്ച് തിരിഞ്ഞ് ഇങ്ങനെ നോക്കി പോകുമ്പോൾ ശാരദാമ്മക്കും സത്യക്കും വളരെ സങ്കടമാവണം. പിന്നീട് രോഹിത്ത് ഒരു മാതിരി ഒരു അറപ്പും വെറുപ്പുമോട് കൂടിയിട്ടാണ് പപ്പിയെ നോക്കുന്നത്. തന്റേതല്ലാത്ത കുഞ്ഞിനെ തൊടാൻ തനിക്കൊരു അറപ്പ്, അങ്ങനെയുള്ള ഒരു മനോഭാവത്തോടു കൂടി തന്റെ കാറിൽ കയറ്റിക്കൊണ്ടുപോകുമ്പോൾ കുഞ്ഞ് അലിഞ്ഞ മനസ്സോടുകൂടി തന്റെ അച്ഛനെ നോക്കുമ്പോൾ തനിക്കൊരു പേടിയോടുകൂടി എന്തിനാ അച്ഛ എന്നോട് ഇങ്ങനെ കാണിക്കുന്നേ എന്ന മനോഭാവത്തോടു കൂടി ഇങ്ങനെ കുഞ്ഞ് നോക്കുന്നുണ്ട്. പക്ഷെ രോഹിത്തിന്റെ മനസ്സ് അലിയുന്നില്ല. എന്നാൽ ഈ സമയം മോർച്ചറിയെയാണ് കാണിക്കുന്നത്. മോർച്ചറിയിലോട്ട് ഓരോ പടി ചവിട്ടുമ്പോഴും വിഷ്ണുവിന്റെ മനസ്സിൽ ശാലിനിയെ കടന്നു പോകുന്ന ആ ഒരു രംഗമാണ്. പിന്നീട് ഡെഡ് ബോഡി അടിയുന്ന ആ രംഗം, IAS എന്ന ബോർഡ് കടലിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ആ രംഗം, അതൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മോർച്ചറിയുടെ ഓരോ സ്റ്റെപ്പും ചവിട്ടുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ചോദിക്കാണ് ഇന്ന് വന്ന ആ ഡെഡ് ബോഡി കാണാനാണ് എത്തിയിരിക്കുന്നത്. അത് കേൾക്കുന്ന അനുപല്ലവി ബീച്ചിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി, അത് കേൾക്കുന്ന വിഷ്ണുവിന്റെ നെഞ്ചിടിപ്പ് പടപടാ എന്നിങ്ങനെ പുറത്തോട്ട് കേൾക്കുന്ന അത്രയും ശബ്ദത്തോടു കൂടി വിഷ്ണു ഇങ്ങനെ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുകയാണ്. ഒരു തരം അറിവിപ്പ്. അപ്പോൾ ഉടനെ തന്നെ കമലൻ ചോദിക്കുന്നുണ്ട് പെൺകുട്ടി എങ്ങനെയുണ്ട്, സൂചന ലക്ഷണം എന്തൊക്കെ പറഞ്ഞു തരുമോ? അങ്ങനെ പല വാക്കുകൾ കമലൻ ഉപയോഗിക്കും, അനുപല്ലവി അതേപോലെ ഉപയോഗിക്കുന്നു. എന്നാൽ മോർച്ചറിയുടെ മുന്നോട്ട് നടക്കാൻ വിഷ്ണുവിന് തോന്നുന്നില്ല, പിന്നോട്ട് നടക്കാനാണ് തോന്നുന്നത്. ആ സമയം ഒരു പച്ച സാരിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മുടിയൊക്കെ പരത്തിയിട്ട് നല്ല ഭംഗിയുള്ള കുട്ടിയാണ്. പിന്നെ ചെറിയൊരു താലി കഴുത്തിലുണ്ട്, ഒരു സിമ്പിൾ മാല എന്ന് പറയുമ്പോൾ വിഷ്ണു ആകെ കുഴഞ്ഞു വീണിരിക്കുന്നു കേട്ടോ. വിഷ്ണു അവിടെ തളർന്നിരിക്കുകയാണ്. വിഷ്ണുവിന് ആ ഡെഡ് ബോഡി കാണാൻ തോന്നുന്നില്ല. അപ്പോഴേക്കും കമല ഓടി വന്നിട്ട് ആശാൻ എന്തിനാ ഇങ്ങനെ കാണിക്കുന്ന, ആശാൻ ഒന്ന് പോയിടോ, എല്ലാം പോയി, അവൾ എന്നെ വിട്ടുപോയി, എല്ലാ അടയാളങ്ങളും എല്ലാ സൂചനകളും അവൾ എന്നെ വിട്ടുപോയിടോ, എനിക്ക് കഴിയത്തില്ല, എന്റെ കൈ ഇറക്കുന്നു, ഇനി എനിക്ക് കഴിയത്തില്ല. ആശാൻ അങ്ങനെയൊന്നും പറയാതെ നമുക്ക് ആദ്യം ഡെഡ് ബോഡി കാണാം, അത് ഉറപ്പിക്കട്ടെ, എന്നിട്ട് മതി. ഇല്ലടോ അവൾ പോയി, ഇനി എനിക്ക് ജീവിതമില്ല, എനിക്കിനി ജീവനില്ല, ഞാനും തീർന്നു, അവൾ എന്നെ തനിയാക്കി പോയിരിക്കുന്നു, എനിക്ക് കഴിയത്തില്ല എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ ആശാൻ അങ്ങനെയൊന്നും പറയാതെ ഡെഡ് ബോഡി കാണട്ടെ, എന്നിട്ട് മതി. ഇല്ല, സൂചനകളെല്ലാം അവള് തന്നെയാണ് എന്നും പറഞ്ഞിട്ട് ശാലിനിയുടെ ആ ഒരു രംഗം ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ തനിക്ക് സഹിക്കാനാവാതെ, തനിക്ക് സങ്കടം താങ്ങാനാവാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉടൻ തന്നെ സെക്യൂരിറ്റി ചോദിക്കാണ് ഡെഡ് ബോഡി എടുക്കട്ടെ എന്ന് പറയുമ്പോൾ കമലം പറയാൻ ആശനവാ എനിക്ക് കഴിയത്തില്ല അത് കാണാൻ എന്ന് പറയണേ. എന്നാൽ ഈ ഡെഡ് ബോഡി കാണും, ശാലിനി മരിച്ചിട്ടില്ല. അപ്പൊ അതിനെക്കുറിച്ച് റിവ്യൂ വളരെ നേരത്തെ തന്നെ ചാനലിടുന്നതായിരിക്കും. കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.